ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ ഉണ്ടാക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഗ് റോസ്റ്റാണ്. ഇത് ഡ്രൈ ആയിട്ടുള്ള എഗ് റോസ്റ്റാണ്. സോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. സോ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനൊരു മൺകലത്തിലാണ്, ചെറിയൊരു മൺകലാണിത്. ഇതിനകത്താണ് എഗ്ഗ് പുഴുങ്ങാൻ വെക്കുന്നത്. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മാറ്റി വെച്ചാൽ അത് പിന്നെ നമുക്ക് നമ്മുടെ എഗ്ഗ് വെന്ത് കിട്ടും. ഈസിയാണ്. പിന്നെ ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മാത്രം പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് നറുക്കിയതാണ്. ഇഞ്ചിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന 5 ഉള്ളിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. 5 സവോളയാണ്, ഉള്ളി ഉപയോഗിച്ചിട്ടില്ല. 5 സവോളയും പിന്നെ 2 വലിയ പച്ചമുളകും കുറച്ച് വേപ്പിലയും ഇതെല്ലാം കൂടി കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും തുറന്നു വെച്ച് നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. ഒട്ടും ഈ കറിക്കകത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. സോ ഫ്രൈ ചെയ്ത് വരണം. സോ ഇച്ചിരി താമസം പിടിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വഴറ്റി വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ലിഡ് കൊണ്ട് അടച്ചും പിന്നെ അത് തുറന്നും നമുക്കത് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം പിന്നെ ലിഡ് കൊണ്ട് അടക്കേണ്ട കാര്യമില്ല. തുറന്നു വെച്ച് തന്നെ നമുക്ക് ആ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് മസാലകൾ ചേർത്ത് കൊടുക്കാറുള്ളൂ. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയുള്ള എഗ് റോസ്റ്റ് ഒക്കെ. അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചാറാക്കി നല്ല ഗ്രേവി ആക്കിയൊക്കെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ എഗ് റോസ്റ്റ് തന്നെയാണ്. അധികം മസാലയൊന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. കൂടുതൽ ഗരം മസാലയോ അല്ലെങ്കിൽ പെരുംജീരകപ്പൊടിയോ ഒന്നും തന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. ഈ സമയത്ത് നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പൊളിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള ആ കാടമുട്ട മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ മൺകലത്തിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മൂടി മാറ്റി വെച്ചാൽ മാത്രം മതി. സോ പിന്നെ ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് നമ്മുടെ മുട്ട വെന്ത് കിട്ടും. അതൊരു നല്ലൊരു ഏർപ്പാടാണ്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ അതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. സോ അത് മുട്ടയൊക്കെ നന്നായിട്ട് പൊളിച്ച് പിന്നെ അതിനകത്തേക്ക് ഒരു 2-3 വരയൊക്കെ ഇട്ടങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള വഴഞ്ഞതിന് ശേഷം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അതാണ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് നമുക്ക് കാണുന്നത്. ഞാൻ എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ചതല്ല. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഈ സവാളയിൽ നിന്നൊക്കെ തന്നെ എണ്ണ ഇറങ്ങുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇത്രയും സാധനമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു സവോളയോടൊപ്പം തന്നെ ഈ മസാല കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കൊരു പകുതി തക്കാളി, വലിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതി. നല്ല പുളിയുള്ളതാണെങ്കിൽ ഇച്ചിരി കാൽഭാഗം എടുത്താൽ മതി. അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കുന്നതാണ് നല്ലത്. അതുകൂടി അതിനകത്തേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് തക്കാളി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഈ മസാലയിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ ഇടുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിടുകയോ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഈ മസാല കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് ഗരം മസാല ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേറെ പെരുംജീരകപ്പൊടിയോ ഒന്നും തന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. സോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സോ താങ്ക് യു.